പത്തനംതിട്ട കോന്നിയിൽ KCB താൽക്കാലിക ജീവനക്കാരൻ സുബീഷ് ഷോക്കേറ്റ് മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും. KCBയുടെ വീഴ്ചയാണ് സുബീഷിന്റെ മരണത്തിന് കാരണമെന്നാണ് ആക്ഷേപം. KCB ഉദ്യോഗസ്ഥർ അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് വൈകിട്ടാണ് സുബീഷിന്റെ സംസ്കാരം. ഇന്നലെ വൈകിട്ട് 3:30 കോന്നി മുരിങ്ങമംഗലത്തായിരുന്നു 35 വയസ്സുകാരനായ സുബീഷ് ഷോക്കേറ്റ് മരിച്ചത്. വൈദ്യുതി പോസ്റ്റിൽ കയറി സ്റ്റേ കമ്പി അഴിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഷോക്കേറ്റ് സുബീഷ് താഴേക്ക് തലയടിച്ച് വീണു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ മുതൽ വൈദ്യുതി ഓഫാക്കിയിട്ടും എങ്ങനെ വൈകിട്ട് ജോലിക്കിടെ വൈദ്യുതി പ്രവഹിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച് KSEB അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥർ അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. KSEBയുടെ വീഴ്ചയാണ് സുബീഷിന്റെ മരണകാരണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. ഗുരുതരമായ അനാസ്ഥയാണ്. KSEBയുടെ ഗുരുതരമായ അനാസ്ഥയാണ്. KSEB അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. കാരണം അവർ ആരും ഇവിടെ ഇല്ല. ഇപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും കരാറുകാരനുണ്ട് ഇവിടെ. അതേപോലെ കരാറുകാരൻ താൽക്കാലിക അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിന്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു വൈദ്യുത പോസ്റ്റുകൾ മാറ്റിയത്. 6 മാസം മുമ്പായിരുന്നു സുബീഷിന്റെ വിവാഹം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.